Listen here. Movement of the earth. The earth spins like a top on its axis all the time. The axis is an imaginary line that runs through the center of the earth. The axis of the earth is slightly tilted. The spinning of the earth on its axis is called rotation. The earth spins from west to east. It completes one rotation in about 24 hours. നമ്മൾ പറഞ്ഞതാണ് എന്താണ് ഭൂമി എപ്പോഴും അതിൻ്റെ ആക്സിസിൽ അതിൻ്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ടാണ് ഡേ ആൻഡ് നൈറ്റ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദ ആക്സിസ് ഇസ് ആൻ ഇമാജിനറി ലൈൻ. അങ്ങനെ ഒരു ഭൂമിയുടെ നടുവിലെ കൂടെ ആക്സിസിന്റെ പിക്ചർ ഇവിടെ ഉണ്ട്. ഭൂമിയുടെ നടുവിൽ കൂടെ അങ്ങനെ ഒരു ആക്സിസ് ഉണ്ട് എന്നുള്ളത് എന്താണ്, ഒരു ഇമാജിനറി ലൈൻ ആണ്. ആക്ച്വലി അങ്ങനെ ഇല്ല, പക്ഷെ അതെന്താണ്, ഒരു ഇമാജിനേഷൻ ആണ്. ആൻഡ് ദെൻ the earth spins from west to east. വെസ്റ്റ് നിന്ന് ജോയല ഇവിടെ ശ്രദ്ധിച്ചേ, വായിക്കുമ്പോ ടെക്സ്റ്റിൽ നോക്കിയിരുന്നേ. പിന്നെ റോഡിലേക്കാണ് നോട്ടം. ദെൻ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് ഈ എന്ത് ചെയ്യുന്നത്, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് കംപ്ലീറ്റ്സ് വൺ റൊട്ടേഷൻ ഇൻ അബൌട്ട് 24 hours. ഭൂമി അങ്ങനെ ഒരു തവണ കറങ്ങി അത് ഫിനിഷ് ചെയ്യണമെങ്കിൽ, അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 24 hours വേണം എന്നുള്ളതാണ്. Then day and night. How to form day and night? പകലും രാത്രിയും എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. The rotation of the earth on its axis causes day and night. The sun shines all the time, but only one half of the earth faces the sun at a time. Thus half has day. The other half of the earth, that is away from the sun is dark. It has night. As the earth rotates, the lightened part moves away from the sun and becomes dark. This causes night. Now the dark part faces the sun. This causes day. Day turns into night and night turns into day. As the earth rotates from the west to east, the sun appears to rise in the east and set in the west. It is about how to form day and night. രാത്രിയും പകലും ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. Then the rotation of the earth on its axis causes day and night. ഭൂമി അതിന്റെ ആക്സിസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും ഉണ്ടാവുന്നത്. The sun shines all the time, but only the half of the earth faces the sun at a time. സൂര്യൻ എപ്പോഴും ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ. സൂര്യൻ എല്ലാ സമയത്തും ലൈറ്റ് തന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ സമയത്തും ഭൂമിയുടെ ഒരു ഭാഗം മാത്രമേ സൂര്യനെ ഫേസ് ചെയ്യുള്ളൂ അല്ലേ. അതായത് ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ സൈഡ് ഗൈസ് എന്താ ഇവിടെ ചിരിയും കളിയും, ലിസൺ, ഒരു സൈഡ് സൂര്യനെ ഫേസ് ചെയ്യും, ബാക്കി സൈഡ് എന്താണ്, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ എപ്പോഴും ഒരു ഭാഗം സൂര്യനെ ഫേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ദിസ് ഹാഫ് ഹാസ് ഡേ. ഭൂമിയുടെ പകുതിയിൽ ഒരു ഭാഗം എപ്പോഴും സൂര്യനെ ഫേസ് ചെയ്യും, അങ്ങോട്ട് നന്നായിട്ട് സൂര്യപ്രകാശവും ഉണ്ടാവും. അപ്പൊ ഇതാണ് ഡേ, നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ആ ഭാഗം. സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭൂമിയുടെ പകുതി ഭാഗം എന്തായിരിക്കും, പകലായിരിക്കും. സൂര്യനെ ഫേസ് ചെയ്യുന്ന സമയത്ത് സൂര്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഇവിടെ സണ്ണുണ്ട്, ഇവിടെ ഭൂമിയും ഉണ്ട്. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയുടെ ഈ സൈഡ് എവിടെ ഫേസ് ചെയ്യും, സൂര്യനെ ഫേസ് ചെയ്യും അല്ലെ. നന്നായിട്ട് സൂര്യപ്രകാശം ഭൂമിയുടെ ഈ സൈഡിലേക്ക് വരും. അപ്പൊ ഇവിടെ പകലായിരിക്കും, സൂര്യപ്രകാശം നന്നായിട്ടുള്ളപ്പോ സ്വാഭാവികമായിട്ടും ഇറ്റ് ഹാസ് ഡേ, അത് ഡേ ആയിരിക്കും, പകലായിരിക്കും. Then the other half of the earth that's away from the sun is dark. സൂര്യനിൽ നിന്ന് അകലെയുള്ള മറ്റേ ഭാഗം അല്ലെ, ഒരു ഭാഗം സൂര്യനെ ഫേസ് ചെയ്യുമ്പോൾ മറ്റേ ഭാഗം എന്ത് ചെയ്യും, ഇരുട്ടായിരിക്കും അല്ലെ. സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് വെളിച്ചവും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുട്ടുമാണ്. Then the other half night. As the earth rotates, the lightened part moves away. പിന്നെയും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വെളിച്ചമുള്ള ഭാഗത്ത് എന്ത് ചെയ്യും, സൂര്യന്റെ അടുത്തുനിന്ന് മാറിപ്പോവും. അപ്പോൾ അപ്പുറത്തെ ഭാഗം സൂര്യന്റെ അടുത്ത് വരും. ഇരുട്ടുള്ള ഭാഗത്ത് വെളിച്ചവും വെളിച്ചമുണ്ടായിരുന്ന ഭാഗത്ത് ഇരുട്ടുമായി മാറും അല്ലേ. അപ്പോൾ ആദ്യം പകലുണ്ടായ ഭാഗത്ത്
വീണ്ടും കറങ്ങുമ്പോൾ രാത്രിയാകും. രാത്രി ഉണ്ടായ ഭാഗം എവിടെ എത്തും? സൂര്യന്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ പകലാകും. ഇങ്ങനെയാണ് ഭൂമി റൊട്ടേഷൻ ചെയ്യുമ്പോൾ രാത്രിയും പകലും ഉണ്ടാവുന്നത്. Then this causes night. Now the dark part faces the sun. This causes day. ഇരുട്ടുണ്ടായിരുന്ന ഭാഗം സൂര്യന്റെ അടുത്ത് എത്തുമ്പോൾ പകലാകും. Then പകൽ ഉണ്ടായിരുന്ന ഭാഗം സൂര്യന്റെ അടുത്ത് നിന്ന് മാറിപ്പോകുമ്പോൾ അവിടെ ഇരുട്ട് വരും. That is night. അവിടെ രാത്രിയാകും എന്നുള്ളതാണ്. Day turns into night and night turns into day. അറിയാമല്ലേ? രാത്രി എന്ത് ചെയ്യും? പകലായി മാറും. പകലുള്ള സ്ഥലം രാത്രിയായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. As the earth rotates from west to east, the sun appears to rise in the east and set in the west. As the earth rotates from west to east. ഇങ്ങനെ ഭൂമി വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക്, അല്ലെ, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് അങ്ങനെ കറങ്ങുന്നത് കൊണ്ടാണ് the sun appears to rise in the ഈസ്റ്റ്. അതുകൊണ്ടാണ് സൂര്യൻ എന്ത് ചെയ്യുന്നത്? സൂര്യൻ എവിടെയാ ഉദിക്കുന്നത്? ഈസ്റ്റിലാണോ വെസ്റ്റിലാണോ? എവിടെയാ ജോയലെ സൂര്യൻ ഉദിക്കുന്നത്? ഈസ്റ്റ് ഓർ വെസ്റ്റ്? പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തേ ജോയലെ. ഓക്കെ. Where is the sun rise? Does east or west? ഇവിടെ എങ്ങോട്ട്? ഞാനാ ചോദിച്ചേ. ഇത് എവിടെയാണ്? ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ? ആകാശത്തിലാണ് അല്ലേ? അതറിയാമോ? എവിടെ ഉദിക്കുന്നത്? ആകാശത്ത് ഏത് സൈഡിലാ? എവിടെയാ ജീവന്? ഈസ്റ്റിലാണ് അല്ലേ? അപ്പൊ സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലാണ്. സോ ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നു. സോ അതുകൊണ്ടാണ് സൂര്യൻ ഈസ്റ്റിൽ ഉദിക്കുന്നതും ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്, വെസ്റ്റിൽ അസ്തമിക്കുന്നതും എന്നാണ് പറയുന്നത്. കിഴക്ക് സൂര്യൻ ഉദിക്കുകയും പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്നു. ഈസ്റ്റിൽ സൂര്യൻ ഉദിക്കുന്നു, വെസ്റ്റിൽ സൂര്യൻ സെറ്റ് ചെയ്യുന്നു, അസ്തമിക്കുന്നു. സോ അതുകൊണ്ടാണ് എന്ത്, ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടാണ്, ഭൂമി റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് സൂര്യൻ ഇവിടെ ഈസ്റ്റിൽ ഉദിക്കുന്നതും വെസ്റ്റിൽ സെറ്റ് ചെയ്യുന്നതും എന്നുള്ളതാണ് പറയുന്നത്. Then look at the globe. You will see that India is on the opposite side of America. Then globe. Do you see a globe? നിങ്ങൾ ഗ്ലോബ് കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ ഗ്ലോബ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും, കാണാതിരിക്കാൻ വഴിയില്ല. ഗ്ലോബ് കണ്ടിട്ടുണ്ടാവും. അപ്പോ ഈ ഗ്ലോബില് എപ്പോഴും നോക്കുക. യു വിൽ സീ ദാറ്റ് ഇന്ത്യ ഈസ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് അമേരിക്ക. ഇന്ത്യ എവിടെയാണ്? അമേരിക്കയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇങ്ങനെയാണ് ഗ്ലോബ് എങ്കിൽ ഈ സൈഡിൽ ഇന്ത്യ ആണെങ്കിൽ ഈ സൈഡിൽ അമേരിക്ക ആയിരിക്കും. ഈ സൈഡിൽ അമേരിക്ക ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഇന്ത്യ ആയിരിക്കും അല്ലേ? ഇറ്റ് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് അമേരിക്ക ഓർ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യ ആണെങ്കിൽ അമേരിക്കയുടെ ഓപ്പോസിറ്റ് ആണ്, അമേരിക്ക ആണെങ്കിൽ ഇന്ത്യയുടെ ഓപ്പോസിറ്റ് ആണ് ഗ്ലോബിൽ കാണുക. Then so when it is day in India, it is night in America. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പകലാണെങ്കിൽ അമേരിക്കയിൽ രാത്രിയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അറിയോ? അറിയാമായിരുന്നോ? നമ്മുടെ ഇന്ത്യയിൽ പകലാണെങ്കിൽ അമേരിക്കയിൽ ഇപ്പോൾ രാത്രിയായിരിക്കും. ഇവിടെ പകലാണ്, നമ്മുടെ ഇവിടെ രാത്രി ആകുമ്പോഴാണ് അമേരിക്കയിൽ നേരം വെളുക്കുന്നത്. സോ അതെന്തുകൊണ്ടാണ്? നേരെ ഇന്ത്യയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് അമേരിക്ക. അപ്പൊ ഭൂമി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സൂര്യന്റെ നേരെ ഇന്ത്യ ആണെങ്കിൽ മറ്റേ ഭാഗം എവിടെയാണ്? പുറത്താണ് അല്ലേ? ഇപ്പുറ സൈഡിലാണ് അല്ലേ? ഡാർക്കാണ്, അവിടെ ഇരുട്ടാണ്. ദെൻ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ട് എവിടെ എത്തുമ്പോ? ഭൂമിയുടെ അടുത്ത് അമേരിക്ക എത്തുമ്പോൾ ഇന്ത്യ അവിടുന്ന് കുറെ ദൂരെയാണ്. അപ്പോൾ എന്താണ്? ഇരുട്ടിലായിരിക്കും, ഡാർക്കായിരിക്കും. സോ ഇവിടെ നേരം വെളുക്കുമ്പോൾ അവിടെ രാത്രിയാവും, അവിടെ രാത്രിയാവുമ്പോൾ ഇവിടെ നേരം വെളുക്കും, ഇവിടെ രാത്രിയാവുമ്പോൾ അവിടെ രാവിലെ ആകും. ഇങ്ങനെയാണ് അമേരിക്കയിലും ഇന്ത്യയിലുമുള്ള
ചേഞ്ചസ്. എന്തുകൊണ്ടാണത്? ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അമേരിക്കയുടെ സൂര്യന്റെ നേരെ ഇന്ത്യ വരുമ്പോൾ അമേരിക്കയുടെ അടുത്ത് ഇരുട്ടാണ് അല്ലെ, ഡാർക്കാണ്. സോ ദെൻ when it is night in India, it is day in America. ഇന്ത്യയിൽ ഡേ ആണെങ്കിൽ അമേരിക്കയിൽ നൈറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. Then sunrise marks the start of a new day, the earth revolution around the sun. ഇത് നോക്കുക, സൺറൈസ് മാർക്സ് ദ സ്റ്റാർട്ട് ഓഫ് ദ ന്യൂ ഡേ. സൂര്യൻ ഉദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ നേരം വെളുത്തു. സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ നേരം വെളുക്കോ? ഇല്ല. സൂര്യൻ ഉദിക്കുമ്പോഴാണ് രാവിലെയായി. അപ്പോൾ സൺറൈസ് മാർക്സ് ദ സ്റ്റാർട്ട് ഓഫ് എ ന്യൂ ഡേ. സൂര്യൻ ഉദിക്കുന്നത് പുതിയൊരു ദിവസം തുടങ്ങാൻ പോവുകയാണ് എന്നുള്ളതിന്റെ ഒരു സൈൻ ആണ് അല്ലേ. ദെൻ ദ എർത്ത് റെവല്യൂഷൻ അറൌണ്ട് ദ സൺ. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിന്റെ ആണ് ഈ പിക്ചർ തന്നിട്ടുള്ളത്. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കുറച്ചുകൂടെ വൈഡായിട്ട് നെക്സ്റ്റ് ഇയറിൽ പഠിക്കാനുണ്ട്. ഫോർത്തിൽ ഇതിന്റെ കുറച്ചധികം പഠിക്കാനുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് മനസ്സിലായില്ല എങ്കിൽ അടുത്ത വർഷവും ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഫോർമേഷൻ ഓഫ് സീസൺസ്. എങ്ങനെയാണ് സീസൺസ് ഉണ്ടാവുന്നത് അല്ലെ? നമ്മുടെ ഇന്ത്യയിൽ സീസൺ മാറി മാറി വരുന്നുണ്ട് അല്ലെ. മഞ്ഞുകാലവും മഴക്കാലവും വേനൽക്കാലവും പിന്നെ വസന്തകാലവും ഒക്കെ വരാറുണ്ട്. അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നുള്ളതാണ്. The earth spins on its axis. Then at the same time it goes around the sun is an elliptical path called orbit. ഭൂമി എപ്പോഴും അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഗോസ് അറൌണ്ട് ദ സൺ ഈസ് ആൻ എലപ്റ്റിക്കൽ പാത്ത് കോൾഡ് ഓർബിറ്റ്. എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഗോസ് അറൌണ്ട് ദ സൺ. ഈ ഭൂമി എപ്പോഴും സൂര്യന് ചുറ്റും ഒരു എലപ്റ്റിക്കൽ പാത്തിൽ കറങ്ങുന്നുണ്ട്. എന്താണ് എലപ്റ്റിക്കൽ പാത്ത്? ഒരു കൃത്യമായിട്ടുള്ള, അതായത് ഒരു ദീർഘവൃത്തം അല്ലെ, ഇങ്ങനെ വട്ടത്തില് എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് പാത്ത് ഈസ് കോൾഡ് ഓർബിറ്റ്. ഇങ്ങനെ കറങ്ങുന്നത് ഒരു കൃത്യമായിട്ടുള്ള വഴിയിലെ കൂടെയാണ്. ഒരു ഫിക്സഡ് പാത്ത് ഉണ്ട് അതിന് കറങ്ങാൻ വേണ്ടി. ഇതിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയാം. അതായത് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു ഫിക്സഡ് പാത്തിന് നമ്മൾ ഓർബിറ്റ്, അതിനാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ദിസ് മൂവ്മെന്റ് ഓഫ് ദ എർത്ത് അറൌണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. ഇങ്ങനെ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. The time taken by the earth to complete one revolution around the sun is about 1 year. ഭൂമി ഇങ്ങനെ ഒരു തവണ സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അല്ലെ, the time taken by the earth to complete one revolution around the sun is about 1 year. അതായത് ഭൂമി ഒരു തവണ ഇങ്ങനെ സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ ആണ് എന്ത്? ഒരു വർഷം. കറങ്ങി കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു വർഷം വരും. ഒരു വർഷമാണ് സമയം എടുക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് 365 ദിവസം. 365 ദിവസവും അതിൻ്റെ കൂടെ കുറച്ച് സമയം. അപ്പോൾ 365 ദിവസം വേണം ഭൂമിക്ക് ഒരു തവണ സൂര്യനെ കറങ്ങി ഫിനിഷ് ചെയ്യാൻ വേണ്ടി. The Earth's revolution causes the formation of season. അങ്ങനെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സീസൺ ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോഴാണ് കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് സീസൺ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡേ ആൻഡ് നൈറ്റ്, ഫോർമേഷൻ ഓഫ് സീസൺസ്. ഇനി നമ്മൾ മൂണിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് അല്ലേ. മൂണിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയേണ്ടത്, ചന്ദ്രനെ കുറിച്ച്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് എങ്ങനെയാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഒരു ഭാഗം സൂര്യനെ ഫേസ് ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഇരുട്ടായിരിക്കും. സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് പകലായിരിക്കും. സോ നേരെ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പകലുള്ള സ്ഥലത്ത് രാത്രിയാകുന്നു, രാത്രിയുള്ള സ്ഥലത്ത് പകലാകുന്നു. അതാണ് ഇന്ത്യയുടെയും അമേരിക്കയുടെയും എക്സാമ്പിൾ തന്നത്. അമേരിക്കയിൽ രാത്രിയാണെങ്കിൽ ഇന്ത്യയിൽ പകലാകുന്നു, ഇന്ത്യയിൽ പകലാണെങ്കിൽ അമേരിക്കയിൽ രാത്രി വരും. ദെൻ ഫോർമേഷൻ ഓഫ് സീസൺ. സീസൺ ഫോർമേഷൻ ഉണ്ടാവുന്നത് ഭൂമി എപ്പോഴും സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു റെവല്യൂഷൻ, ഒരു തവണത്തെ കറങ്ങി വന്നത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഭൂമിക്ക് ഒരു വർഷം വേണം എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് അങ്ങനെ എപ്പോഴും കറങ്ങുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? അങ്ങനെ ഫിക്സഡ് പാത്തിലേക്ക് കൂടെയാണ് കറങ്ങുന്നത് അല്ലെ. ഒരു കൃത്യമായ സ്ഥലമുണ്ട് ഭൂമിക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ. ഇതിന് നമ്മൾ ഓർബിറ്റ് എന്ന് പറയും അല്ലെ നിഹാര? നേരെ ഇരുന്നേ.
അതിനെ നമ്മൾ ഓർബിറ്റ് എന്ന് പറയും. ആൻഡ് ദിസ് മൂവ്മെന്റ് ഓഫ് ദ എർത്ത് അറൌണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. ഇങ്ങനെ സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ സൺ ഈസ് എബൌട്ട് 1 ഇയർ. ഇങ്ങനെ കറങ്ങി ഫിനിഷ് ചെയ്യണമെങ്കിൽ ഒരു വർഷം ആർക്ക് വേണം? ഭൂമിക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ടാണ് ഒരു വർഷത്തിലാണ് എന്തുണ്ടാവുന്നത്? സീസൺസ് ഉണ്ടാവുന്നത് അല്ലേ? മഴക്കാലവും മഞ്ഞുകാലവും വേനൽക്കാലവും ഒക്കെ മാറി മാറി വരുന്നില്ലേ ഈ ഒരു വർഷം? ഒരു വർഷം മുഴുവൻ മഴയാണോ? അല്ലല്ലോ. ഒരു വർഷം മുഴുവൻ മഞ്ഞുണ്ടാകാറുണ്ടോ? ഒരു വർഷം മുഴുവൻ നമുക്ക് ചൂട് ഫീൽ ചെയ്യാറുണ്ടോ? ഇല്ല. സീസൺസ് മാറി മാറി വരും. മഴയും മഞ്ഞും വെയിലും ഒക്കെ മാറി മാറി വരാറുണ്ട്. അത് ഇങ്ങനെ ഭൂമി സൂര്യനു ചുറ്റും കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ദെൻ മൂണിനെ കുറിച്ചാണ് ഇനി പറയേണ്ടത്.